നിങ്ങളെ നേരെയാക്കാനേ ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ ഞാൻ നോക്കട്ടെ. നിന്റെ അപ്പനെ വിളിച്ചോട്ട് പാടി. അവള് പോടാ, നീ കേറി വാ. വാടാ ഇവിടെ. കണ്ടുപിടിച്ചോരെ സമ്മാനിക്കാം. എന്റെ പെണ്ണും പിള്ള ആളിനെ വിളിക്കാൻ പോയിരിക്കണം കേട്ടോ. ഭൂമിക്കിറങ്ങുന്നുണ്ടോടാ? അപ്പോ ഞാൻ പറഞ്ഞത് നേരാടാ. ഭൂമിക്കും ലെവലില്ല, നമ്മക്കും ലെവലില്ല. അല്ലയോടാ? എന്റെ ഭർത്താവിനെ ഒന്ന് പ്രാർത്ഥിച്ചുപദേശിക്കണം. ഇങ്ങനൊറ്റ ഒരുത്തനാ എന്റെ ഭർത്താവിനെ ഇല്ലാണ്ടാക്കുന്നത് പാസ്റ്ററെ. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിച്ചതിന് ശരിയാക്കാൻ മോളെ. പക്ഷേ ഇത് കാനായിലെ വീഞ്ഞാണ്, മദ്യമല്ലെന്ന്. ഇതിലൊരു 60 പാസ്റ്റർ കണ്ട് കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ല പാസ്റ്റർ സകല അസുഖങ്ങളും മറന്ന് നല്ല വെടുക്കി ചുടുക്കാറ്റ് പാസ്റ്റർ നടക്കും. കണ്ണോ പോസാത്തതിന് ദൂരെ
കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുകയാണ്. ശരി മുമ്പറേ, നിന്നെ കൊണ്ട് നാട്ടുകാർ പൊറുതി മുട്ടിയിരിക്കുകയാണ്. കുടിച്ചാൽ വയറ്റി കിടക്കണം. പിടിച്ച വയറ്റിൽ കിടക്കാതെ പിന്നെ വല്ല വയലിൽ ചെന്ന് കിടക്കാക്കൂടെ? മതിയാകടോ. ഭരിക്കുന്ന പാർട്ടിയുടെ മെമ്പറാ, സൂക്ഷിച്ച് സംസാരിക്കണം. മെമ്പറെ, ഇവൻ വെള്ളം അടിച്ചോണ്ട് വെള്ളം സംസാരിക്കണം. കാര്യമാക്കണ്ട. ഇതാരുടെ അവതാരം? ഓ ഇനി ഞാൻ കുറച്ച് ദിവസം കൂടെ ശ്രദ്ധിക്കുക, കൂടുതൽ അഭ്യാസം എടുക്കരുത്. വക്കീൽ പറഞ്ഞേക്കാം, അത് മസ്റ്റാ. ശിവൻകുട്ടി ചേട്ടാ, ഞാൻ മെമ്പർ ആയിരിക്കുമ്പോൾ ഇതൊന്നും ഇവിടെ നടക്കില്ല. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാലോ? അത് നടക്കുന്ന കാര്യമാണോ മെമ്പറെ? എങ്കിലും ഇവനെ ഏതെങ്കിലും ഡി-അഡിക്ഷൻ സെന്ററിലാക്കിയാലോ? നിങ്ങൾ ഒരിക്കലും ഇവനെ ഡി-അഡിക്ഷൻ കൊണ്ട് ആക്കിയിട്ട് എന്തായി? വക്കീലെ, ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. മദ്യപിക്കുന്ന ആൾ തീരുമാനിക്കണം ഞാൻ ഇനി മദ്യപിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് മദ്യപാനം അവസാനിക്കാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചോ. സഹോദരി, നിങ്ങൾ രണ്ടുപേരും സ്വയം തീരുമാനിക്കുക ഇനി എന്ത് വേണമെന്ന്. ഞങ്ങൾ പോകുന്നു. അവരെല്ലാം പറഞ്ഞിട്ട് പോയത് കേട്ടില്ല. ഞാൻ എന്നും ഇങ്ങനെ കണ്ണീര് കുടിക്കണം. നിനക്ക് വിശക്കുന്നുണ്ട്? എനിക്ക് വിശക്കുന്ന നല്ല പ്രധാനം. നിങ്ങൾ ആദ്യം ഒരു നല്ല മനുഷ്യനായിട്ട് മാറും. ഇനിയെങ്കിലും ഒരു നല്ല മനുഷ്യനായിട്ട് മാറും. ഞാൻ മദ്യപിക്കും, സത്യം ചെയ്യും. എനിക്കത് വിശ്വസിക്കാൻ